ശുംഭനിശുംഭന്മാർ പ്രഹ്ലാദപുത്രന്മാരാണെങ്കിലും ഇവർ ദേവനിന്ദകന്മാരായിട്ടാണ് വളർന്നു വരുന്നത്. ഇവർ കാണുന്നത് ഇവരുടെ മനോഭാവം അനുസരിച്ച് തങ്ങളുടെ അച്ഛനായ പ്രഹ്ലാദനെ ദേവന്മാർക്ക് വേണ്ടി വിഷ്ണു വശീകരിച്ച് വഞ്ചിച്ചതാണെന്നും അതുകൊണ്ടാണ് മുത്തച്ഛൻ്റെ മരണത്തിന് ആര് കൂട്ടുനിന്നത്? പ്രഹ്ലാദൻ കൂട്ടുനിന്നത്. മുത്തച്ഛൻ ആരാ? ഹിരണ്യകശിപു. മനസ്സിലായില്ലേ? അപ്പോൾ ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടി ദേവന്മാർക്ക് വേണ്ടി വിഷ്ണു നരസിംഹമൂർത്തിയായി വന്നപ്പോൾ അവിടെ പ്രഹ്ലാദൻ്റെ മനസ്സിനെ വശീകരിച്ച് നാരായണ മന്ത്രം ജപിപ്പിച്ച് ഒരു കാരണമുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു വഞ്ചിച്ചാണ് തങ്ങളുടെ മുത്തച്ഛനെ കൊന്നത് എന്നൊരു വാദമൊക്കെയുള്ള ആൾക്കാരാണ് ആര്? ശുംഭ നിശുംഭന്മാർ. ഇവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ദുർഭാവമുള്ളവർക്ക് ഏതു നല്ല കർമ്മവും എന്തായി തോന്നും? മോശമായി തോന്നും. മനസ്സിലായില്ലേ? നമ്മുടെ മനോഭാവം അനുസരിച്ചിട്ടാണ് നല്ല കർമ്മത്തെയും മോശകർമ്മത്തെയും തിരിച്ചറിയാൻ സാധിക്കുന്നത്. എത്ര നല്ല കർമ്മമാണെങ്കിലും മനസ്സ് മോശമായിട്ടുള്ളവർക്ക് ആ കർമ്മം നന്നായി തോന്നുമോ മോശമായി തോന്നുമോ? മനസ്സ് മോശമാണെങ്കിൽ കാണുന്നതൊക്കെ മോശമായി തോന്നും. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞു അല്ലേ, മഞ്ഞപ്പിത്തം ബാധിച്ചവൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതൊക്കെ എന്തായി തോന്നും? മഞ്ഞയായി തോന്നും. കാണുന്നതെല്ലാം മഞ്ഞയായതുകൊണ്ടല്ല, അവന് മഞ്ഞപ്പിത്തത്തിൻ്റെ ബാധയുണ്ട്. മനസ്സിലായില്ലേ? ആ അവസ്ഥയിൽ നമ്മൾ നോക്കിയാൽ അപ്പോൾ ഈ ലോകം നന്നാവണമെങ്കിലും ലോകത്തുള്ളതൊക്കെ നല്ലതായി അനുഭവപ്പെടണമെങ്കിലും ആര് നന്നാവണം? നമ്മൾ നന്നാവണം. മനസ്സിലായില്ലേ? നമ്മൾ നല്ലതല്ലെങ്കിൽ ഏത് നല്ല കാര്യത്തെയും നമ്മൾ തിരിതിരിക്കും. ഈശ്വരൻ പോലും മുമ്പിൽ വന്ന് നിന്നാൽ നമ്മൾ പറയും മായയാണെന്ന് പറയും, മാജിക്കാന്ന് പറയും. എന്താ കാരണം? മനസ്സ് നന്നാവരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ പുരാണങ്ങളുടെയും നമ്മുടെ ജ്ഞാനയജ്ഞത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഭക്തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. ശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ ഭക്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പൂർണ്ണ ഗുണം ലഭിക്കുകയില്ല. അപ്പോൾ ഭക്തിയും ശുദ്ധീകരിക്കേണ്ടതാണോ എന്ന് ചിലപ്പോൾ ചോദിക്കാം. ആണ്. ഭക്തിയിലും മലിനഭക്തിയുണ്ട്. മോഹങ്ങളും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം ഈശ്വരനെ ഭജിക്കുമ്പോൾ ഭക്തി എന്തായി മാറി? മലിനമായി മാറി. മനസ്സിലാവുന്നുണ്ടോ? മോഹങ്ങളും ആഗ്രഹങ്ങളെയും സർവ്വതും ഉപേക്ഷിച്ച് മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനെയാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധഭക്തി നേടുവാനുള്ള പരിശീലനത്തിൽ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കലാണ് യജ്ഞങ്ങൾ. അതിനാണ് നാമജപം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളല്ലാതെ ഭക്തി ഉണ്ട്. അപ്പോൾ പിന്നെ ചിലർ ചോദിക്കും, നമ്മളല്ലാതൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ടോ, പിന്നെ എന്തിനാ യജ്ഞത്തിന് പോണത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായി ഒരു ശുദ്ധീകരണ പ്രക്രിയ ശുദ്ധീകരിക്കപ്പെടുമ്പോഴല്ലേ ഏത് വസ്തുവിനും വിലയുണ്ടാകുന്നത്, മൂല്യമുണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണം അത് അതേപടി എടുത്ത് നമ്മളങ്ങ് ധരിക്കുകയാണോ? ആണോ? അഗ്നിയിൽ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് അല്ലേ, ശുദ്ധീകരിക്കപ്പെട്ടെടുത്തു കഴിഞ്ഞാൽ ഏത് വിഷപദാർത്ഥത്തെ വേണമെങ്കിൽ പോലും ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഔഷധമാക്കി മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ഏത് പദാർത്ഥങ്ങളെയും ശുദ്ധമാക്കിയെടുത്താൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഔഷധങ്ങളായി കഴിക്കുന്ന പല ഔഷധങ്ങളും വളരെ കൃത്യമായി ശുദ്ധീകരണം നടത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ജീവിതത്തിൽ എന്തിനേയും സ്വീകരിക്കേണ്ടത്. ഇവിടെ ഭക്തി എന്തുകൊണ്ട് ശുദ്ധീകരിക്കണം? ഇപ്പോൾ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന അഗ്നി കൊണ്ടാണ്. ഇവിടെ ഭക്തിയെ ശുദ്ധീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഭക്തിയെ ശുദ്ധീകരിക്കേണ്ടത്? ജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കണം. മനസ്സിലായില്ലേ? ഭക്തിയെ ജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണം വന്നില്ലെങ്കിൽ ഈശ്വരൻ വന്ന് മുമ്പ് ഇരുന്നാലും നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ പറയും ഇതേതോ മായാജാലമാണ്, ആരോ ഫാൻസി ഡ്രസ്സിന് വന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ നടന്നു പോകും. പണ്ടൊരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദുര്യോധനൻ ഭഗവാന്റെ വിശ്വരൂപം അർജുനൻ കാണുന്നതിന് മുമ്പ് കണ്ടത് ദുര്യോധനാണ്. മനസ്സിലായില്ലേ? ദൂതനായിട്ട് ചെന്നല്ലോ ഭഗവാൻ. പാണ്ഡവർക്ക് രാജ്യം കൊടുക്കണം, അല്ലെങ്കിൽ 5 വീടെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ 5 ഗൃഹമെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ദൂതനായി പോയതാരാ? ഭഗവാനാണ്. അങ്ങനെ ചെന്നപ്പം ഭഗവാൻ ദൂതനായി ചെന്നപ്പോൾ ഭഗവാന് നേരെ ശഹാരം തീർത്തു. അവസാനം പറഞ്ഞ് ഇറങ്ങിപ്പോ പിടിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ നേരെ. ഈ സമയത്ത് ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്തു.
എടാ ഞാൻ ഈ പറയുന്നത് നിനക്ക് ഗുണത്തിനാണെന്ന് നീ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞ് കളയടാ മണ്ട എന്ന നിലയിലാണ് ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്തത്. ഈ വിശ്വരൂപത്തെ കണ്ടപ്പോൾ ദുര്യോധനൻ എന്തു പറഞ്ഞു? മായാജാലമൊന്നും എന്നോട് വേണ്ട, കാപട്യമൊന്നും എന്നോട് വേണ്ട. മനസ്സിലായില്ലേ? ഈ ടെക്നിക്കൊക്കെ കൈ വെച്ചേരാം. നീ കള്ളനാണെന്നും കാപട്യം കാണിക്കുന്നതാണെന്നും പണ്ടേ എനിക്കറിയാം. കാരണം എന്താ? ദുര്യോധനൻ നല്ലതിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ല. കാരണം ദുര്യോധനൻ്റെ മനസ്സ് മലിനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഈ നന്മകൾ നമുക്കറിയാൻ സാധിക്കുന്നില്ല. ചിലർ പറയത്തില്ല ഈ നാട്ടിൽ നല്ലതെന്ന് പറയുന്ന ഒന്നുമില്ല, ഈ നാട്ടിൽ എല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ നാട്ടിലുള്ള എല്ലാം കുഴപ്പമായതുകൊണ്ടല്ല, ഈ നോക്കുന്ന എൻ്റെ ഉള്ളിൽ മുഴുവൻ കുഴപ്പമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ അതിലൂടെയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് കാണുന്നതിലെല്ലാം കുഴപ്പം വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? പണ്ട് ബൈനോക്കുഴലിലൂടെ ഒരു യുവശാസ്ത്രജ്ഞൻ ബൈനോക്കുഴൽ എടുത്ത് വെച്ചിട്ട് ആകാശത്തെ നിരീക്ഷിച്ചു. നോക്കിയിട്ട് പറഞ്ഞു, സൂര്യൻ്റെ നടുക്കൊരു വലിയ തുള വീണിരിക്കുന്നു, ഒരു കറുത്ത തുള. അതുകൊണ്ട് സൂര്യൻ ഉടനെ നശിക്കാൻ പോവുകയാണ്. ഇയാൾ ഉടനെ വന്ന് പ്രഖ്യാപനം നടത്തി, ലോകത്തിനെ എല്ലാവരെയും ഭയപ്പെടുത്തി. അതുകൊണ്ട് സൂര്യൻ നശിച്ചാൽ ഉടനെ ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശാസ്ത്രജ്ഞനാണല്ലോ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും വിശ്വസിച്ചു. എല്ലാവരും പെട്ടെന്ന് ഇതിനൊക്കെ ജനങ്ങളിടയിലേക്കൊക്കെ വാർത്ത വരുന്നത് എന്താ? സൂര്യൻ തുള വീണിരിക്കുന്നു സൂര്യനിൽ. ലോകത്തിലെ വലിയ കണ്ടെത്തലാണ്. എന്തിലൂടെ? ബൈനോക്കുളിലൂടെ നോക്കിയാണിത് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകൻ വളരെ പ്രായം ചെന്ന ആളാണ്. അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞ് വളരെ അവശനാണ്. എങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ഒരിക്കലും സാധ്യമല്ലെന്ന അനുഭവം കൊണ്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു, വേഗത്തിൽ എന്നെ എങ്ങനെങ്കിലും അവിടെയൊന്ന് എത്തിക്കുക. കാരണം എല്ലാ രാജ്യം ഭരിക്കുന്ന ഒരു സൂര്യൻ പോയാൽ പിന്നെ എങ്ങനെ വെട്ടം വരുമെന്നൊക്കെ നോക്കി, ഹാലജൻ ഇടണോ വേറെ വല്ലതും ഇടണോ, എങ്ങനെയാണ് ഇനി ജനങ്ങൾക്ക് വെട്ടം കിട്ടേണ്ടതെന്നൊക്കെ ചിന്തയിൽ മന്ത്രിസഭകളും യോഗങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഈ വൃദ്ധനായ ഈ അധ്യാപകൻ പറഞ്ഞു, എന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുക, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എന്തുകൊണ്ടാണ് ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം? എല്ലാ ജനങ്ങളും പേടിയിലേക്കായി. ഇത്രയും വലിയൊരു കാര്യം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? വെറുതെ ഒരു ആശയം പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ പറഞ്ഞു, എന്താ, ഞാൻ ഇന്ന് രാവിലെ അധ്യാപകനോട് പറയുകയാണ്, ഞാൻ ഇന്ന് രാവിലെ ബൈനോക്കുളിലൂടെ വളരെ കൃത്യമായി സൂര്യനെ നിരീക്ഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞത്. എന്താ? സൂര്യന് ഒരു തുള വീണിരിക്കുന്നു. സൂര്യൻ ഇതാ ഉടൻ തന്നെ എന്ത് ചെയ്യും? ഈ തുള വലുതായി വന്ന് സൂര്യൻ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ലോകത്തെ അറിയിച്ചതെന്ന് പറഞ്ഞു. ഈ അധ്യാപകൻ ഇതങ്ങോട്ട് വിശ്വസനീയമായൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞു, ശരി ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങ് വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പലതവണ നോക്കി ഗുരുനാഥ, അപ്പോഴും ഒക്കെ സംഭവം ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അധ്യാപകൻ വന്ന് ഈ ബൈനോക്കുലിൽ വെച്ചൊന്ന് നോക്കിയതിന് ശേഷം അധ്യാപകൻ ബൈനോക്കുലിൻ്റെ മറുഭാഗം തിരിച്ചങ്ങോട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ ഭാഗത്ത് അല്പം അഴുക്ക് വന്ന് പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ ആ ഭാഗത്തിരിക്കുന്ന കറുത്ത അഴുക്ക് അദ്ദേഹം ഒരു തുണിയെടുത്ത് തുടച്ചങ്ങ് കളഞ്ഞു. അത് തുടച്ച് കളഞ്ഞിട്ട് അദ്ദേഹം ഈ ബൈനോക്കുലിൽ യഥാവിധി സ്ഥാപിച്ചിട്ട് ഈ ശിഷ്യനോട് പറഞ്ഞു, നോക്കിടാന്ന് പറഞ്ഞു. ശിഷ്യൻ നോക്കിയപ്പോൾ എന്താ? സൂര്യന് കുഴപ്പമൊന്നുമില്ല, കറുത്ത പാടില്ല. അയ്യോ, ആ പാടെവിടെ പോയി? ആ കറുത്ത തുള എവിടെ പോയി? അപ്പോൾ പറഞ്ഞത്, നീ നോക്കിയ കുഴലിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ആ അടയാളം കൊണ്ട്, മനസ്സിലായില്ലേ, അത് തന്നെയാണ് നീ ആ ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടത് എന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഇതുപോലെയല്ലേ പലപ്പോഴും നമ്മൾ നോക്കുന്നത് അല്ലേ? നമ്മളെ കണ്ണാടിയിൽ നമ്മളിടുന്ന പൊട്ട് പറ്റിയിരുന്നാൽ നമ്മൾ നോക്കുന്ന സ്ഥലത്തൊരു കറുത്ത പാട് കണ്ടിട്ട് ആ വസ്തുവിൽ പാടുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മനസ്സ് നന്നാവാതെ നമ്മൾ മറ്റുള്ളതിനെ നോക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചുറപ്പിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ശുംഭനിശുംഭന്മാർ എന്തു പറഞ്ഞത്? സാക്ഷാൽ നരസിംഹാവതാരം പോലും മായാജാലമാണ്. ആർക്ക് വേണ്ടി? ദേവന്മാർക്ക് വേണ്ടി വന്നതാണ്. ആ മായാജാലം ചതിപ്രയോഗം ആണ് നടത്തിയത്. അവിടെ ചതിപ്രയോഗത്തിലൂടെ തൻ്റെ മുത്തശ്ശനെ വധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ദേവന്മാരോട് ശത്രുതയുള്ളത് കൊണ്ട് ശുംഭനിശുംഭന്മാർ വരബലമൊക്കെ നേടി. ഈ വരബലം നേടുന്ന സമയത്ത് എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ അസുരന്മാരെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ? ഞങ്ങൾക്ക് മരണമുണ്ടാകരുത്. മരണഭയമാണ് ആർക്കുള്ളത്? അസുരന്മാർക്ക്. ദേഹബോധമാണ് അസുരന്മാരെ കീഴ്പ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മരണമുണ്ടാകരുതെന്ന പ്രാർത്ഥന എപ്പോഴും ആർക്കുണ്ടാവും? അസുരന്മാർക്ക്. ഇവിടെ പറഞ്ഞു മരണം ഉണ്ടാകാതിരിക്കാൻ കാരണമൊന്നുമില്ല. മരണം എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ടാവും? മരണം ഉണ്ടാവും.
എന്നാൽ പിന്നെ എന്താ മറ്റൊരു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ശക്തന്മാരാണല്ലോ, ആ ശക്തന്മാരായി ഞങ്ങൾക്ക് പേടിയില്ലാത്തത് വെറും സ്ത്രീകളെ മാത്രമാണ്. അപ്പോൾ സ്ത്രീകൾ ആണെങ്കിൽ ഞങ്ങളെ വധിച്ചോട്ടെ എന്ന് പറഞ്ഞു. അയോനിജയായ സ്ത്രീകൾ ഞങ്ങളെ വധിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ വെറും ദുർബലരായി കാണുന്ന അവസ്ഥയിലാണ് ശുംഭ നിശുംഭന്മാർ. ഇവർ മറന്നുപോയൊരു ചരിത്രം, ഇവരുടെ സ്വന്തം പ്രഹ്ലാദൻ്റെ അച്ഛൻ പ്രഹ്ലാദനാണല്ലോ, പ്രഹ്ലാദൻ്റെ സഹോദരനായിരുന്ന ഒരാളെയും അതുപോലെ തന്നെ മഹിഷാസുരനെയും വധിച്ചത് സ്ത്രീയാണെന്നുള്ളത് അവർ ഓർത്തില്ല. വരമൊക്കെ നേടി, അങ്ങനെ വരബലം നേടിയ ഇവർ നേരെ തപസ് ചെയ്ത് ശക്തി നേടിയപ്പോൾ ഇവർ നേരെ അസുരലോകത്ത് വന്ന് ശുക്രാചാര്യരെ കണ്ടു. ശുക്രാചാര്യരോട് പറഞ്ഞു ഞങ്ങൾ വരബലമൊക്കെ നേടി വന്നവരാണ്, ഞങ്ങൾ പ്രഹ്ലാദൻ്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരർത്ഥത്തിൽ പ്രഹ്ലാദൻ്റെ മക്കളായതുകൊണ്ട് ശുക്രാചാര്യർക്ക് മനസ്സിലായി വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി ആർക്കുണ്ടാവും, ഇവർക്കുണ്ടാവും. കാരണം പ്രഹ്ലാദനെ ഭഗവാനൊരു അനുഗ്രഹം കൊടുത്തിരുന്നു, 7 തലമുറയെ രക്ഷിച്ചു കൊള്ളാം, സംരക്ഷിച്ചു കൊള്ളാമെന്നൊരു അനുഗ്രഹം. അതുകൊണ്ട് തന്നെ വിഷ്ണു മായയാൽ വന്ന് ആരെ വധിക്കില്ല, ഇവരെ ഒരിക്കലും വധിക്കില്ല. സാധാരണഗതി ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ കൊല്ലാൻ വരുന്ന ആളാരാ, വിഷ്ണു ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷിതത്വം കൂടിയുണ്ട്. ശുക്രാചാര്യർ ഇവരെ രാജാക്കന്മാരായി, അസുരന്മാരുടെ രാജാക്കന്മാരായി വാഴിച്ചു. ഹിരണ്യകശിപുവിൻ്റെ വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കിരീടം ആദ്യമായി ശിരസിൽ വെക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന ആർക്കാ, ഇവിടെ ഈ ശുംഭനാണ്. അങ്ങനെ ശുംഭൻ അസുരചക്രവർത്തിയായി വാണതോടുകൂടി ശുംഭൻ്റെ വീരപരാക്രമങ്ങളൊക്കെ കേട്ടറിഞ്ഞ് മറ്റു ചില ആൾക്കാരും കൂടി, ചണ്ഡനും മുണ്ഡനും ധ്രുവലോചനും അതുപോലെ തന്നെ രക്തബീജനും അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ആൾക്കാർ, ശക്തിമാന്മാരായ അസുരന്മാരെല്ലാം എവിടെ വന്നു, ശുംഭൻ്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് ശുംഭനോടൊപ്പം വന്നു ചേർന്നു. അങ്ങനെ അനവധി ആൾക്കാർ ഈ ശുംഭനിശുംഭന്മാരായ ചേട്ടാനുജന്മാരോട്, ചണ്ഡനും മുണ്ടൻ വളരെ ശക്തന്മാരാണ്, അവിടെ രക്തബീജൻ വന്നു. ഇങ്ങനെ എല്ലാ പരാക്രമികളും കൂടി വന്നു ചേർന്നാലുള്ള അവസ്ഥ എന്താ, ഇവർ പാതാളവും ഭൂമിയൊക്കെ കീഴടക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇനി ദേവലോകം കീഴടക്കേണ്ടതുണ്ട്. അങ്ങനെ ദേവലോകം കീഴടക്കാൻ വേണ്ടി ശുംഭനിശുംഭന്മാർ പട തെളിയിച്ചു ചെന്നു. അങ്ങനെ പടയുമായി ചെല്ലുന്ന സമയത്ത് ദേവേന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിന് ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് നിശുംഭനെ ആക്രമിച്ചു. മുറിവേറ്റ് തൻ്റെ അനിയൻ വീഴുന്നത് കണ്ട് ശുംഭൻ അതിശക്തമായ പോരാട്ടം നടത്തി ദേവന്മാരെ മുഴുവൻ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു. അങ്ങനെ ദേവന്മാർക്ക് ദേവലോകമൊക്കെ നഷ്ടപ്പെട്ടു. സൂര്യനും ചന്ദ്രനും അഗ്നിയും വായുവും ഒക്കെ തന്നെ ഈ ശുംഭൻ്റെ താടനമേറ്റ് ഭയന്ന് ഓടേണ്ടി വന്നു. അപ്രകാരമുള്ള അവസ്ഥകളൊക്കെ വന്ന സമയത്ത് ഇനി എന്താണ് രക്ഷാമാർഗം എന്ന് ചിന്തിച്ചുകൊണ്ട് പതുക്കെ ദേവന്മാരെല്ലാവരും കൂടി പല വഴിക്ക് ഓടിയവരൊക്കെ കൂടി ഒത്തുചേർന്നിട്ട് ഇവരെല്ലാവരും കൂടി ശരണം പ്രാപിക്കാൻ വേണ്ടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് ശിവൻ്റെ ഭാഗത്തേക്ക് വന്നു ചേർന്നു. ഈ സമയത്താണ് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ഇവർ പറഞ്ഞു, ഇവിടെ സാക്ഷാൽ മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ദേവി ദേവന്മാർക്ക് ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. അവിടെ ആ ദേവി ആ മഹിഷാസുരനെ വധിച്ച് കഴിയുമ്പോൾ ദേവന്മാരൊക്കെ ഒന്ന് സ്തുതിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇനിയും നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു കൊള്ളുക, ഞാൻ വന്നു കൊള്ളാം എന്ന് അന്നൊരു വാക്കാര് പറഞ്ഞിരുന്നു, ദേവി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സർവ്വ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് ശുംഭനിശുംഭന്മാരെ വധിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് സാക്ഷാൽ ഭഗവതിയെ തന്നെ ശരണം പ്രാപിക്കാൻ പറഞ്ഞു. ഇവിടെ ദേവന്മാരെല്ലാം ത്രിമൂർത്തികളടക്കം ആരെ സ്തുതിച്ചു, ഭഗവതിയെ സ്തുതിച്ചു. അല്ലയോ ദുർഗങ്ങളെ കടക്കുന്ന ആ ദുർഗയായിട്ടുള്ള ഭഗവതി, മഹിഷാസുരനെ വധിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച മഹിഷാസുരമർദ്ദിനിയായ സാക്ഷാൽ ഭദ്രേ, നീ പ്രത്യക്ഷപ്പെട്ടാലും എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. അങ്ങനെ ദേവന്മാരുടെ ആർത്തനാദം കേട്ട് ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. എന്താണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ചോദിച്ചു. ശുംഭനിശുംഭന്മാരാണ് കാരണമെന്നറിഞ്ഞപ്പോൾ പറഞ്ഞു, ശുംഭനിശുംഭന്മാരെ വധിച്ച് ഞാനിതാ നിങ്ങൾക്ക് ആത്മശാന്തി നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് എവിടേക്ക് പോകുന്നു, ശുംഭനിശുംഭന്മാരുടെ കോട്ടയ്ക്ക് സമീപത്തേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് തന്നെ ദേവിക്ക് ഒപ്പം തന്നെ ദേവിയുടെ ആ തൃക്കണ്ണിൽ നിന്ന് മറ്റൊരു ദേവത കൂടി പുറത്തേക്ക് വന്നു. കാളി എന്ന രൂപത്തിൽ ഉഗ്രരൂപിണിയായ കാളിയും. അങ്ങനെ കാളിയും പരാശക്തിയും കൂടി ഒരുമിച്ച് രണ്ടുപേരും കൂടിയാണ് എവിടേക്ക് പോകുന്നത്, ശുംഭനിശുംഭന്മാരുടെ കോട്ടയ്ക്കടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് ഈ കോട്ടയ്ക്ക് തൊട്ടു പുറകിലുള്ള ചേർന്നിട്ടുള്ള ഒരു കാട്ടിൽ, ആ കാട്ടിൽ എത്തിയ സമയത്ത് കാളി വീണ്ടും പരാശക്തിയിൽ തന്നെ ലയിച്ചു. അങ്ങനെ ആ ഏകസ്വരൂപമായിരുന്ന കാളിയാകട്ടെ അതീവ മനോഹരിയാർന്ന ആ സുന്ദരരൂപിണിയായ കാളി തൻ്റെ മുടിയിലൊക്കെ പുഷ്പങ്ങളൊക്കെ ചൂടി മുടിയിഴകളൊക്കെ അഴിച്ചിട്ട് അവിടെ സ്വർണം കൊണ്ടുള്ള ഒരു ഊഞ്ഞാല് കെട്ടി ആ ഊഞ്ഞാലിലിടുന്ന മധുരകരമായി
പാടിക്കൊണ്ട് ഊഞ്ഞാലാടാൻ തുടങ്ങി. അങ്ങനെ മനോഹരമാർന്ന ദേവിയുടെ ആ മുടിയിഴകളിൽ നിന്നും ആ മുല്ലപ്പൂവിൽ നിന്നൊക്കെ ആ പുഷ്പങ്ങളിൽ നിന്നുള്ള സുഗന്ധമൊക്കെ ചുറ്റും പരക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന മനോഹരിയായ ആ ദേവിയുടെ സുന്ദര രൂപത്തെ ചണ്ടമുണ്ടന്മാർ കാണാൻ ഇടയായി. ചണ്ടമുണ്ടന്മാർ തങ്ങളുടെ കോട്ടയ്ക്ക് ചുറ്റും ആരെങ്കിലും ചാരന്മാരോ ശത്രുക്കളോ എങ്ങാനും വന്ന് പതിയിരിപ്പുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷണത്തിനിറങ്ങിയപ്പോഴാണ് വനത്തിനുള്ളിൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ, ഒരു യുവതി വന്നിരുന്ന് ഊഞ്ഞാലാടുന്നത്. ഇത്രയും സുന്ദരിമാരായ, കാരണം ഇവർ ദേവലോകം ആക്രമിച്ചപ്പോൾ ഉർവശിയും രമ്പയും തിലോത്തമയൊക്കെ കണ്ടിട്ടുണ്ട്. അവരിൽ പോലും ഇത്രയും സുന്ദരിയായ സ്ത്രീരത്നത്തെ കണ്ടിട്ടില്ല. ഇത്രയും മനോഹരിയായി ഇവൾ ആരാണെന്ന് ചിന്തിച്ചു. ആര് തന്നെയാണെങ്കിലും തൻ്റെ യജമാനന്മാരായ ശുംഭനെ ആനന്ദിപ്പിക്കാൻ ഇതൊരു അവസരമാണ് എന്ന് ചിന്തിച്ചിട്ട് യജമാനന് പത്നിയായിട്ട് ഇവളെ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഈ സന്തോഷ വർത്തമാനം പറയാൻ വളരെ വേഗത്തിൽ എവിടെ ചെന്നു? ശുംഭനിശുംഭന്മാരുടെ അടുത്ത് ചെന്നു. ചെല്ലുന്ന സമയത്ത് തന്നെ ശുംഭനിശുംഭന്മാർ ചോദിച്ചു, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്, എന്താണ് സന്തോഷകരമായ വർത്തമാനം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങ് അറിയേണ്ട, സുരപതേ, അങ്ങ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ വനത്തിൽ വരുമ്പോൾ ഈ കോട്ടയ്ക്ക് പുറത്ത് അതീവ സുന്ദരിയായ സർവമോഹിനിയായ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു. കണ്ടിട്ട് അത്ര പാവപ്പെട്ടവളൊന്നുമല്ല, പണക്കാരിയാണ്. കാരണം സ്വർണം കൊണ്ടുള്ള ഊഞ്ഞാലിലായിരിക്കുന്നത്. അപ്പോൾ സമ്പത്തുള്ളവളാണ് അല്ലേ? സ്വർണം കൊണ്ട് ഊഞ്ഞാൽ കെട്ടണമെങ്കിൽ പണം ഇല്ലെങ്കിൽ കെട്ടാൻ പറ്റുമോ? അപ്പോൾ സമ്പത്തുള്ളവളാണ്, പിന്നെയോ സൗന്ദര്യമുള്ളവളാണ്. ആ കാര്യം കൊണ്ടൊക്കെ തന്നെ ശ്രേഷ്ഠമാണ്. അസുരന്മാർ രണ്ട് കാര്യങ്ങളിലാണ് എപ്പോഴും അജ്ഞാനമുള്ളവർ ഭ്രമിക്കുന്നത്. എന്തിലൊക്കെയാണ്? സൗന്ദര്യത്തിലും സമ്പത്തിലും. മനസ്സിലായില്ലേ? ജ്ഞാനികൾ എപ്പോഴും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്തിനെയാണ്? വിദ്യയുള്ളവരെയും സദ്ഗുണമുള്ളവരെയുമാണ് ജ്ഞാനികൾ ഇഷ്ടപ്പെടുന്നത്. അജ്ഞാനികൾ ഇഷ്ടപ്പെടുന്നത് സമ്പത്തിനെയും, മനസ്സിലാവുന്നുണ്ടോ, സൗന്ദര്യത്തെയുമാണ്. ഇവിടെ ഈ ചണ്ടമുണ്ടന്മാർ പറഞ്ഞതെന്താ? സുന്ദരിയാണ്, സമ്പത്തുമുണ്ട്. അപ്പോൾ പിന്നെ ശുംഭനൊരു മനസ്സിൽ മോഹം വന്നു, അങ്ങനെയുള്ളവളെ പിന്നെന്താ പത്നിയാക്കി മാറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്തു? മന്ത്രിയായ സുഗ്രീവനെ വിളിച്ചു പറഞ്ഞു, വേഗം പോയി ഒരു സംബന്ധാലോചന നടത്തിയിട്ട് വരാൻ പറഞ്ഞു. സുഗ്രീവൻ നേരെ എവിടെ എത്തി? ഈ ദേവതയുടെ മുന്നിലേക്ക് വന്നു. പറഞ്ഞ സ്ഥലത്ത് വന്നു. സുഗ്രീവൻ ചോദിച്ചു, നീ ആരാണ് എന്നൊക്കെ ചോദിച്ചു. ഞാനിങ്ങനെ ദേശാടനം ചെയ്തു വരുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് മാത്രം മറുപടി പറഞ്ഞു. അല്ല, നിനക്ക് ഭർത്താക്കന്മാരായിട്ട് വേറെ ആരെങ്കിലും കല്യാണം? ഇല്ല, ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെയോ, കല്യാണം കഴിക്കാൻ മോഹമൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാൻ നല്ലൊരു വരനെ തേടി ഇറങ്ങിയതാണ്. സുഗ്രീവന് സന്തോഷമായി. കാരണം എന്താ? നല്ല വരൻ്റെ ഫോട്ടോയായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇനി വരനെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ അനന്തരം പറഞ്ഞു, നല്ല ഒരു വരനുണ്ട്, ദേവന്മാരെയും എല്ലാവരെയും തോൽപ്പിച്ച് ത്രൈലോക്യാധിപതിയായിട്ടുള്ള ശുംഭൻ്റെ അടുത്ത് നിന്നാണ് വരുന്നത്. ശുംഭൻ മാത്രമല്ല, വീരപരാക്രമിയായ നിശുംഭനും. അങ്ങനെ രണ്ട് സഹോദരന്മാരാണ്. ഈ സഹോദരന്മാർക്കെതിരെ നിൽക്കാൻ ഒരാൾക്കും ബലമില്ല. സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ നാരായണനും ശിവനും വരെ ഭയന്ന് മാറി നിൽക്കുന്നവരാണ്. അത്രയും ശക്തന്മാരായി സർവ്വസമ്പത്തിൻ്റെയും ഉടമസ്ഥരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിനക്ക് യോജിച്ച ഏറ്റവും നല്ല വരനാണ് ആര്? ശുംഭൻ. അതുകൊണ്ട് ശുംഭനെ വന്ന് വിവാഹം കഴിക്കണം. ഞാൻ നിന്നെ ഇപ്പം തന്നെ കൂട്ടിക്കൊണ്ട് പോകാം, എൻ്റെ കൂടെ വന്നോളൂ എന്നൊക്കെ ആര് പറഞ്ഞു? സുഗ്രീവൻ പറഞ്ഞു. ദേവി പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, നല്ലൊരു വരനെ. കാരണം യൗവനപ്രാപ്തയായാൽ ഏതൊരു സ്ത്രീയും എന്താഗ്രഹിക്കും? ഒരു വരനെ ആഗ്രഹിക്കും. അത് പ്രകൃതി നിയമമാണ്. ആ പ്രകൃതി നിയമം അനുസരിച്ച് വരനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട്, എനിക്കൊരു കാര്യത്തിലൊരു നിഷ്ഠയുണ്ട്. എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കുന്ന ആളിന് മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അപ്പോൾ പറഞ്ഞു, സുഗ്രീവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഹേ, മലയെ എലി പേടിക്കേണ്ടതുണ്ടോ? കേവലം ഒരു വെറും പീക്രിയായ നിന്നോട് വന്ന് എൻ്റെ സ്വാമി എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? എലിയോട് സിംഹം യുദ്ധം ചെയ്യുന്നത് പോലെയാവും എൻ്റെ സ്വാമി വന്ന് നിന്നോട് യുദ്ധം ചെയ്യുന്നത്. അതും പ്രത്യേകിച്ച് വളരെ സുന്ദരിയായ, ശരീരത്തിനൊന്നും അത്ര വലിയ ആയോധന ബലമില്ലാത്ത, ബലിഷ്ഠമല്ലാത്ത അല്ലേ, ആ ശരീരരൂപത്തിൽ സൗന്ദര്യം കൊണ്ട് മാത്രം അലങ്കൃതമായ, കായബലമില്ലാത്ത നിന്നോട് കായബലത്തോട് കൂടിയ, ദേഹബലത്തോട് കൂടിയ എൻ്റെ സ്വാമി വന്ന് യുദ്ധം ചെയ്താൽ നീ തകർന്നു പോവും. അതുകൊണ്ട് നീ വെറും നിസ്സാരമായി വെറും പൊള്ളവാക്കു പറയാതെ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ കൂടെ വരിക. ആരെ വിവാഹം കഴിക്കുക? ശുംഭനെ. ഈ സമയത്ത്
ദേവി ചോദിച്ചു, ഓ അത്രയും കേമനാണോ ശുംഭൻ? അതെ, അത്രയും കേമനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വാക്കിന് ഞാനൊരു ശബ്ദം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാക്കിനും ആ ശുംഭൻ്റെ പത്നിയാവുമ്പോൾ എനിക്കും ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ. അപ്പം പറഞ്ഞ വാക്ക് പാലിക്കാത്തവൾ എന്നുള്ളൊരു പേരുദോഷം ശുംഭൻ്റെ പത്നിക്ക് ഉണ്ടാവരുത്. നിങ്ങളുടെ യജമാന പത്നിയായി ഞാൻ മാറുമ്പോൾ അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ എടുത്ത വാക്ക് പാലിക്കപ്പെടണം. അതുകൊണ്ട് എന്നോട് വലിയ യുദ്ധമൊന്നും വേണ്ട, പേരിനൊന്ന് യുദ്ധം ചെയ്യാനായിട്ട് വന്നാൽ മതി. മനസ്സിലായില്ലേ? ചിലർ പറയുന്ന കണക്ക് കൊല്ലണ്ട, ഒന്ന് വിരട്ടി വിട്ടാൽ മതി എന്ന് പറയുന്ന കണക്ക് ഒന്ന് വന്ന് പേരിനൊന്ന് യുദ്ധം ചെയ്താൽ ഞാൻ പരാജയപ്പെടുമെന്ന് ഉറപ്പാണല്ലോ, ഇത്രയും പരാക്രമിയായല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞതനുസരിച്ച് വിവാഹിതയാവാനും പറ്റും. സുഗ്രീവന് തോന്നി അതെന്തായാലും കുഴപ്പമില്ല. നേരെ ശുംഭൻ്റെ അടുത്ത് എന്നീ കാര്യങ്ങൾ പറഞ്ഞു. ശുംഭനാകട്ടെ ഇത് കേട്ട മാത്രയിൽ തന്നെ വളരെ വേഗത്തിൽ ഇതെങ്ങനെയാണ് ഇവനെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടേക്ക് നേരെ അടുത്ത ആളിനെ അയച്ചു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യുദ്ധം ചെയ്യാൻ. അപ്പം നിശുംഭൻ പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, അങ്ങൊന്ന് ആലോചിക്കണം. ഇവിടെ ശുംഭൻ പറഞ്ഞത് ഈ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ശുംഭൻ പറഞ്ഞത് ഉടൻ തന്നെ സൈന്യത്തൊക്കെ കൂട്ടി ഇപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ജ്യേഷ്ഠ അങ്ങൊന്ന് ആലോചിക്കണം. കേവലം ഒരു പീറ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങയെപ്പോലെയും എന്നെപ്പോലെയുള്ള പരാക്രമികൾ പോകുന്നതത്രേ ശരിയാണോ? അങ്ങനെ പോയാൽ ഒരു പീറ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പടയൊരുക്കിയവരായിട്ട് ആര് മാറും? ആ അപകീർത്തി നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് പകരം വേറെ ആരെങ്കിലും അയച്ചാൽ പോരെ. അവൾ വെറും മിൻവാക്ക് പറഞ്ഞതല്ലേ, അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. നല്ല കഴിവുള്ള ആരെങ്കിലും പോയിട്ട് എന്ത് ചെയ്യണം? അവളെ പിടിച്ചു കെട്ടിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയപ്പെടുത്താം. അപ്പോഴത്തേക്ക് പിന്നെ അവൾ നമ്മളെ കൂടെ ചെൽപ്പടിക്ക് നിന്നോളും. അല്ലാതെ നമ്മൾ ഇത്രയും വലിയ കഴിവുള്ളവർ സൈന്യത്തെ പൂട്ടി ഒരു പെണ്ണിനോട് യുദ്ധം ചെയ്യാൻ പോയെന്നുള്ള പേരുദോഷം കേൾക്കണോ? ആ സമയത്ത് ശുംഭന് തോന്നി അത് ശരിയാണ് അനിയൻ പറഞ്ഞത്. കാരണം ഇവിടെ ദുരഭിമാനത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു അല്ലേ? അജ്ഞാനികളുടെ ദുരഭിമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എന്തു ചെയ്യും? അഹങ്കാരത്തിലേക്ക് തലകുത്തും. ശരി, ധ്രുവലോചനെ വിളിച്ചു. ധ്രുവലോചന, നീ വളരെ വേഗത്തിൽ പോകണം. അവിടെ ചെന്ന് എന്ത് ചെയ്യണം? നീ അവളെ കൂട്ടിക്കൊണ്ടുവരണം. വരുന്നില്ല എങ്കിൽ അല്പം ബലം കൂടി പ്രയോഗിച്ചിട്ടാണെങ്കിലും കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ ധ്രുവലോചനം പോയി. ധ്രുവലോചനം വളരെ ശക്തനാണ്. ധ്രുവലോചനം ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഇതുവരെ എല്ലാവരും പറഞ്ഞ സുന്ദരി എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ ചെന്നപ്പോൾ ദേവി ആ സുന്ദര രൂപം വെടിഞ്ഞ് കാളി രൂപത്തിലാണ് ഇരിക്കുന്നത്. കണ്ടിട്ട് കരിങ്കട്ടയുടെ രൂപം. മനസ്സിലായില്ലേ? മുഖത്ത് മുഴുവൻ അസൂരി കുത്തൊക്കെ വന്ന പാടും കറുത്തിരുണ്ട് കണ്ടാൽ ഭയാനമാകുന്ന രൂപത്തിൽ തലയോട്ടി മാലകളും കൈകാലുകളൊക്കെ അരിഞ്ഞ് ദേഹത്ത് ഉടുത്തുകൊണ്ട് നിൽക്കുന്ന രൂപം കണ്ടിട്ട് ധ്രുവലോചന ചോദിച്ചു, ഈ ചണ്ടമുണ്ടന്മാരുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഈ സുഗ്രീവൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും? ഈ കരിങ്കാളിയെ കണ്ടിട്ട്, ഈ ദുർമതയായ ഈ ഭാവത്തിൽ നിൽക്കുന്ന ഇവളെ കണ്ടിട്ട് എങ്ങനെയാണ് സൗന്ദര്യമുള്ളവൾ? ഇവളെ എങ്ങാനും ഞാൻ പിടിച്ചുകൊണ്ട് എന്ന് ശുംഭൻ്റെ അടുത്ത് കൊണ്ടുവന്ന്, ശുംഭ നിനക്ക് യോജിച്ച പെണ്ണിതാന്ന് പറഞ്ഞ ശുംഭൻ അന്നേരം എന്നെ മിക്കവാറും ആക്രമിക്കും. കാരണം അത്രയധികം വികൃത രൂപത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാലും വേണ്ടിയില്ല, അയച്ചതാണല്ലോ, കയ്യോടെ പിടിച്ചോണ്ട് എന്ന് കാണിച്ചു കൊടുക്കാം. വെറുതെ അങ്ങേ കളിയാക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ്. ഇവൾ വെറും കരിങ്കാളിയാണ്, ദുർനടത്തക്കാരിയാണ്. ഈ ദുർനടത്തയുടെ സ്വഭാവമാണ് ഈ കറുപ്പ് എന്നൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ പുറകിൽ നടന്നോളാൻ പറഞ്ഞു. കാളി പറഞ്ഞു, ഒന്നുകിൽ നീ പറഞ്ഞത് കേട്ട് നടന്നില്ലെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നില്ലേ പറഞ്ഞാൽ, ഒന്നുകിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കട്ടെ, അല്ലാതെ കൂടെ വരുന്ന പരിപാടിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ധ്രുവലോചനൻ എങ്കിൽ ശരി നിന്നെ ഞാൻ പിടിച്ചു കെട്ടുന്നു എന്ന് പറഞ്ഞ് ആയുധമെടുത്തു ആക്രമിക്കാൻ ചെയ്യുന്നു. കാളി ഈ ധ്രുവലോചൻ്റെ സൈന്യത്തെ മുഴുവൻ ആക്രമിച്ചു. ആ കാളിയുടെ സിംഹമാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സർവരെയും കടിച്ചു മുറിച്ചു, കൈകൾ കൊണ്ട് നഖങ്ങൾ കൊണ്ട് മാന്തി പറിച്ചു കൊന്നു. ദേവിയാവട്ടെ ഹുങ്കാര ശബ്ദത്തോടു കൂടി ധ്രുവലോചന നേരെ പാഞ്ഞു വന്നു ധ്രുവലോചന ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ ധ്രുവലോചനം വധിക്കപ്പെട്ട വൃത്താന്തം അറിഞ്ഞിട്ട് തൊട്ടുപുറവിൽ ചണ്ടമുണ്ടന്മാരെ അയച്ചു. അവരാണല്ലോ ആദ്യം കണ്ട ആൾക്കാർ. അങ്ങനെ ചണ്ടനും മുണ്ടനും നേരിട്ട് വന്നു. അവരുടെയും സൈന്യവുമായി ദേവി ഏറ്റുമുട്ടി. അവിടെ കാളിയും അതുപോലെ തന്നെ ദേവിയും ഒരേ സമയത്ത് രണ്ടുപേരും അവിടെ ഏറ്റുമുട്ടലിന് തയ്യാറായി. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ അതിശക്തമായ രൂപത്തിൽ അവിടെ ദേവിയുടെ സാത്വിക രൂപവും താമസ രൂപവും രണ്ട് രൂപത്തിൽ നിന്ന് ദേവി ഈ യുദ്ധക്കളത്തിൽ നിറഞ്ഞാടി വന്ന വലിയ ശക്തമായ സൈന്യത്തെ എല്ലാം ആക്രമിച്ചു. ഒടുവിൽ ചണ്ടനെ നിഗ്രഹിച്ചുകൊണ്ട് ചണ്ഡിക എന്ന പേര് നേടി, മുണ്ടനെ നിഗ്രഹിച്ചുകൊണ്ട് ചാമുണ്ടി എന്ന പേരും ഭഗവതിക്ക് വന്നു. ചണ്ടമുണ്ടദായിനിയായിട്ട് സാക്ഷാൽ ചാമുണ്ടിയായും
ചണ്ഡികയായും ലോകം വാഴ്ത്തപ്പെടുന്നവളായി ദേവി മാറി. അങ്ങനെ ചണ്ടമുണ്ടന്മാരും മരിച്ചു എന്നറിയുന്ന സമയത്ത് പിന്നെ ദേവിയുടെ നേർക്ക് പറഞ്ഞയക്കുന്നത് രക്തബീജനാണ്. ഈ രക്തബീജൻ നമ്മൾ ഇന്നലെ പറഞ്ഞ കഥയിലെ മഹിഷാസുരൻ്റെ പിതാവായിരുന്ന രംഭൻ നമ്മൾ കേട്ടായിരുന്നല്ലോ, അഗ്നിയിൽ ദഹിച്ച ആ രംഭനാണ് ഇവിടെ രക്തബീജനായി വീണ്ടും വന്ന് പിറക്കുന്നത്. രക്തബീജൻ ഒരു വലിയ വരം നേടിയിട്ടുണ്ട് ശിവനിൽ നിന്ന്. ആ വരം എന്ന് പറഞ്ഞാൽ തൻ്റെ തുള്ളി രക്തം വീണാൽ ആ രക്തത്തിൽ നിന്നെല്ലാം എന്ത് ഉണ്ടാവും? വീണ്ടും രക്തബീജന്മാർ ഉണ്ടാവും. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം കണ്ടുപിടിച്ചത്, ഓരോ തുള്ളി ചോരയിൽ നിന്നൊരായിരം പേരുണരും. മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെ ആവേശം കൊണ്ട് കൊള്ളിച്ചുകൊണ്ട് പോയി ഇല്ലേ, പോലീസുകാരൻ്റെ ലാത്തിക്ക് അടിയും കൊള്ളിച്ചു, ചിലയിടത്തൊക്കെ കൊണ്ടുപോയി വെടിയുണ്ട കൊണ്ട് ചത്തു. ഇതൊക്കെ നടന്നു. പക്ഷെ ചുള്ളി ചോരയെന്ന് ആരും ഉയർന്നതൊന്നുമില്ല. മനസ്സിലായില്ലേ? ആ ചത്തവൻ്റെ കുടുംബത്തിനും വീട്ടുകാർക്കും നഷ്ടപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ആരും ഉണർന്നതുമില്ല. ഈ ചോര കൊണ്ട് അടി ഉണ്ടാക്കിയ സമരക്കാരന് ഇല്ലേ അവസാനം അടി കൊണ്ടത് മാത്രം മിച്ചം. അടിപ്പിക്കാൻ പറഞ്ഞു വിട്ടവനുമൊക്കെ അധികാരമൊക്കെ നേടി, അവരൊക്കെ കൊസേരയിൽ ഗംഭീരമായി, അവരുടെ മക്കളും അവരുടെ കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു. സാധാരണക്കാരനായ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുട്ടികൾ മാത്രം എന്തായി? വഴിയാധാരം ആയി. ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? ഈ ഓരോ തുള്ളി ചോരയിൽ നിന്ന് 1000 പേര് ഉയരുമെന്ന് പറയുന്ന ഈ സമരവീര്യങ്ങളാകുന്ന പോരാട്ടത്തിലോ ഈ പറയുന്ന എന്താ വിപ്ലവ വീര്യം ഉണ്ടാക്കാനോ എങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരെ വീട്ടിലെ മക്കളെ കാണാറുണ്ടോ? ഉണ്ടോ? ഒക്കെ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. നാട്ടിലെല്ലാം വേണം, മാറ്റം വേണം, നല്ല കാര്യങ്ങളൊക്കെ വേണം, ഇതൊക്കെ വേണം. പക്ഷേ മുതലെടുപ്പിൻ്റെ തലത്തിലാവരുത് എന്നുള്ളത് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് ആനുകാലികമായ കാര്യങ്ങളും കൂടി. കാരണം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ കാമ്പട്യവും നമ്മൾ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. നന്നായി ജീവിക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാ ദുഃഖവും വരുമ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ ഭഗവാനെ എന്ന് പറഞ്ഞ് പൂജ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ദുഃഖങ്ങളെ കടക്കാനുള്ള ബുദ്ധി നമുക്ക് ഈശ്വരൻ തന്നത്, അതിനെ കടക്കാനുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴാണ് ഈശ്വരൻ പറയുന്നത് ഞാൻ ബുദ്ധി കൊടുത്തത് കൊണ്ട് ഗുണമുണ്ടായെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആനുകാലികമായ കാര്യങ്ങളെ കൂടി സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ രക്തബീജൻ ഇപ്രകാരം യുദ്ധത്തിന് വന്നു, രക്തബീജനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഈ സമയത്ത് ദേവി പറഞ്ഞു, ഞാൻ നേരിട്ട് ഇവനോട് യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം ഇവൻ പണ്ട് വളരെ എന്താ പറഞ്ഞത്, നികൃഷ്ടമായ തലത്തിൽ ജീവിച്ചവനാണ് അല്ലേ. കാമം മൂത്തപ്പോൾ എരുമയ്ക്ക് ഗർഭധാനം നടത്തിയ ആളാണ് ആര്? ഈ രംഭൻ എന്ന് പറയുന്ന ആൾ. അപ്പം മോശക്കാരനല്ലേ. അത്രയും മോശപ്പെട്ടവനോട് ഞാനിതിരുന്നില്ല, അതുകൊണ്ട് കാളി രൂപത്തിൽ മാത്രമേ, താമോ ഗുണത്തിൽ പ്രധാനമായ കാളി രൂപത്തിൽ എതിരിടാൻ പറഞ്ഞു. അങ്ങനെ ആ കാളി ആരുമായിട്ട് ആയി? രക്തബീജനുമായി യുദ്ധത്തിലേർപ്പെട്ടു. രക്തബീജൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ തുള്ളി രക്തം വീഴുമ്പോഴും അനേകം രക്തബീജന്മാരുണ്ടായി. ശുംഭനിശുംഭന്മാർ ഇത് കണ്ട് ആർത്തട്ടഹസിക്കാൻ തുടങ്ങി. ഇതാ ഇവളുടെ കാര്യം കഴിയാറായി, ഇവൾ വെറും മായാജാലക്കാരിയാണ്. ആ മായാജാലക്കാരിയായ ഇവളുടെ കഥ ഇപ്പം തന്നെ കഴിയും. കാരണം എന്താ? ഇവിടെ രക്തബീജന്മാർ അനവധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, ഓരോരുത്തരും അതിശക്തന്മാരാണ് എന്നൊക്കെ വന്നപ്പോൾ ഇവിടെ സാക്ഷാൽ മഹേശ്വരി കാളിയോട് കണ്ണ് കാണിച്ചു. കാളിയാകട്ടെ വളരെ വേഗത്തിൽ തൻ്റെ വാ പിളർന്ന് ഈ സർവ്വ രക്തബീജന്മാരെയും യഥാർത്ഥ രക്തബീജനെ എന്ത് ചെയ്തു? ഉള്ളിലങ്ങാക്കി അടച്ചു. ആ സമയത്ത് തന്നെ കാളിയുടെ വേതാളം വളരെ ശക്തമായിട്ട് നടന്ന് സിംഹവും വേതാളവും കൂടി അടർന്നു വീണ രക്തത്തുള്ളികളൊക്കെ നക്കി കുടിക്കാനും തുടങ്ങി. തുള്ളി രക്തം നിലത്ത് വീണാലല്ലേ ബാക്കിയുള്ളവരുണ്ടാവും. ഒരു തുള്ളി രക്തം പോലും നിലത്ത് വീഴാതെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സൈന്യത്തെ ആരുള്ളിലാക്കി? കാളി ഉള്ളിലാക്കി. അപ്രകാരമായപ്പോഴത്തേക്ക് ശുംഭനൊരു ഭയം തോന്നി. ശുംഭൻ പറഞ്ഞു, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നിശുംഭൻ പറഞ്ഞു, ഏയ് ജ്യേഷ്ഠ, അങ്ങയ്ക്ക് വേറെ ഇതൊന്നുമില്ല, ഇത് വിഷ്ണു അയച്ച ഏതോ മായാജാലക്കാരിയാണ്. അങ്ങയ്ക്കറിയില്ലേ, പണ്ട് ഈ വിഷ്ണു പലപ്പോഴും ദേവന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മായാപ്രകടനങ്ങൾ നടത്തുന്നതാണ്. അതുകൊണ്ട് വലുതായിട്ട് കാര്യമൊന്നും ആക്കണ്ട, ഇത് മായാജാലമാണ്. അതല്ലേ വെളുത്തവൾ കറുത്തവളാകുന്നു, കറുത്തവൾ വീണ്ടും വെളുത്തവളാകുന്നു, ഒരേ സമയത്ത് ഒരുത്തി രണ്ടാകുന്നു, വീണ്ടും ഒന്നാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇത് വെറും മായാജാലക്കാരിയാ. അതുമല്ല, യഥാർത്ഥത്തിൽ നമ്മളെ കൊല്ലാൻ വേണ്ടി ശക്തിയായ ഒരുവളാണ് ജനിച്ചതെങ്കിൽ അവൾ ഇവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവളിങ്ങനെ കറുത്തതും വെളുത്തതും കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നേരിട്ട് വന്ന് നമ്മളോട് യുദ്ധം ചെയ്താൽ പോരായിരുന്നോ? കല്യാണ അഭ്യർത്ഥന നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? മനസ്സിലായില്ലേ? യുക്തിയിൽ ചേരുന്ന ചോദ്യങ്ങളൊക്കെ ആര് ചോദിച്ചു? നിശുംഭൻ. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പേടിക്കണം, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നിശുംഭൻ നേരെ വന്നു ദേവിയോട് യുദ്ധം ചെയ്തു. നിശുംഭനെയും ദേവി വധിച്ചു. ഈ സമയത്ത് ശുംഭൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ശുംഭൻ്റെ സാരഥി ചോദിച്ചു, ഹേ ശുംഭ, അശുഭങ്ങളെയാണ് കാണുന്നത്,
അതുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ നമുക്ക് തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിച്ചു. വിനാശകാലത്താണെങ്കിലും നന്നാവാനുള്ളൊരു വഴി കണ്ടാലും നമ്മൾ സ്വീകരിക്കുമോ? മനസ്സിലായില്ലേ? ആ സമയത്ത് എത്ര നല്ല ബുദ്ധി പറഞ്ഞു തന്നാലും നമ്മളത് സ്വീകരിക്കില്ല. സാരഥിയോട് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കടാ, മരണത്തെ പേടിക്കുന്ന കേവലം വിഡ്ഢിയല്ല ആര്? ശുംഭൻ. അതുകൊണ്ട് ശുംഭൻ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലെത്തി. ഈ യുദ്ധക്കളത്തിലെത്തുന്ന സമയത്ത് ദേവിയുടെ മനോഹര രൂപം കണ്ടു. ഇവിടെയാണ് ശുംഭൻ എത്ര കണ്ട് വെഡിത്തം കാട്ടുന്ന ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം അനുജനെ വധിച്ചു, കൂടെ ഉണ്ടായിരുന്ന ആശ്രിതനായ രക്തബീജനെ വധിച്ചു, ദ്രുമലോചനെ വധിച്ചു, ചണ്ടമുണ്ടന്മാരായി സ്വന്തം സഹോദര തുല്യം കൂടെ നിന്നവരെ വധിച്ചു. ഇതിനെല്ലാം കാരണക്കാരിയായ ആ ദേവിയോട് വീണ്ടും ശുംഭൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഞാനെല്ലാം പുറത്തോളാം, എൻ്റെ ഭാര്യയായിട്ട് കൂടെ വന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം അനുജനെ കൊന്നത് പോലും കുഴപ്പമില്ല, എന്ത് വേണം? ഞാൻ എൻ്റെ കൂടെ വന്ന് ഇത്രയും ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചോളാം, കൂടെ വന്ന് ഭാര്യയായി തീർന്നാൽ മതി. ഇവിടെയാണ് അജ്ഞാനം മോഹത്തിന് അടിമപ്പെടുന്നത് എത്രത്തോളം അപകടകരമായിട്ടാണ്. അജ്ഞാനികളോടൊപ്പം കൂടി നിന്നാൽ അവരുടെ മോഹം നേടാൻ വേണ്ടി അവർ നമ്മളെപ്പോലും ആപത്തിപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? അജ്ഞാനികളോട് സഹകരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. അവരവരുടെ കാര്യം നേടാൻ വേണ്ടി ആരെ കരുവാക്കും? കൂടെ ചേരുന്നവരെ കരുവാക്കും. അവരെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നേടാൻ തയ്യാറാവും. അങ്ങനെ ഒരു ദുർഗുണം ആർക്കുണ്ട്? അജ്ഞാനികൾക്കുണ്ട്. ഇവിടെ ദേവി ചോദിക്കുന്നു, എടാ മണ്ട, നിനക്ക് വേണ്ടിയിട്ടല്ലേ മുമ്പുള്ളവരൊക്കെ വന്ന് യുദ്ധം ചെയ്തത്? അവരെ ഇത്രയും കൊന്ന് എന്നോട് നിനക്ക് യഥാർത്ഥത്തിൽ തോന്നേണ്ട ദേഷ്യമല്ലേ? ആ ദേഷ്യത്തെ മാറ്റി വെച്ചിട്ട് വീണ്ടും നീ വിവാഹാലോചനയായിട്ട് വന്നിരിക്കുന്നോ? നീ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ദേവി യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ ഇവിടെ ശുംഭനുമായിട്ടുള്ള യുദ്ധത്തിലേർപ്പെട്ടു. ശുംഭനാകട്ടെ 10,000 കൈകളെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ വരസിദ്ധി നേടിയ ആളാണ് ശുംഭൻ. അങ്ങനെ ദേവിയുമായിട്ട് യുദ്ധത്തിലായി. ദേവി അങ്ങനെ കാളിയായും ചണ്ഡികയായും ചാമുണ്ടിയായും ഒക്കെ വിവിധ രൂപങ്ങളിൽ അവിടെ ആരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു? ശുംഭനുമായി യുദ്ധത്തിലേർപ്പെട്ടു. ഒടുവിൽ ദേവി എന്ത് ചെയ്തു? ആ ശുംഭനെ വധിക്കാൻ വേണ്ടി കാളിയോട് നിർദ്ദേശം കൊടുത്തു. കാളിയാകട്ടെ ശുംഭനെയും കൊണ്ട് ഭൂമിയിൽ നിന്ന് ഉയർന്ന് ആകാശത്തേക്കെടുത്ത് ഉയർന്നു പൊങ്ങി ആകാശത്ത് വെച്ചുകൊണ്ട് കരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞിട്ട് തലമുടിക്ക് പിടിച്ച് കറക്കിയെടുത്ത് ശുംഭനെ ഭൂമിയിലേക്ക് അടിച്ചു. അങ്ങനെ കൈകൾ അരിഞ്ഞു വീണ ശുംഭൻ, ഭൂമിയിൽ വീണ ശുംഭനാകട്ടെ തൻ്റെ 2 കാലും പൊക്കിക്കൊണ്ട് ദേവിയെ ചവിട്ടാനായി ആഞ്ഞു വന്നു. ഇവിടെ ശുംഭൻ്റെ പരാക്രമങ്ങൾ ആലോചിക്കുക. മുഴുവൻ കരങ്ങളും അരിഞ്ഞു വീഴ്ത്തപ്പെട്ടിട്ടും ശുംഭൻ പുറകോട്ട് മാറുന്നില്ല. ശുംഭൻ തൻ്റെ കാലുകൊണ്ട് ദേവിയുടെ മാറിടത്തിലേക്ക് ആഞ്ഞു ചവിട്ടി. ദേവി 2 കാലുകളും മുറിച്ചു കളഞ്ഞു. ഈ 2 കാലുകളും മുറിച്ചു കളഞ്ഞ ശുംഭൻ മുറിക്കപ്പെട്ട ആ അരക്കെട്ട് നിലത്തു നിന്നുകൊണ്ട് വീണ്ടും മുന്നോട്ട് ചാടി തുള്ളിക്കുതിച്ചുകൊണ്ട് ശിരസ് കൊണ്ട് ദേവിയെ ആക്രമിച്ചു. മനസ്സിലായില്ലേ? അജ്ഞാനം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് എപ്പോഴും എന്തു ചെയ്യും? അത് പോരാട്ടത്തിൽ തന്നെ നിൽക്കും. അപ്രകാരം ആ ശിരസ് കൊണ്ട് ദേവി ആക്രമിച്ചു. ശിരസ് കൊണ്ട് ദേവിയെ ഇടിക്കാൻ ശ്രമിച്ചു. ആ സമയത്താകട്ടെ ദേവി തൻ്റെ ത്രിശൂലധാരിയായി മാറിക്കൊണ്ട് ആ ത്രിശൂലത്തെ ഉപയോഗിച്ചുകൊണ്ട് ആരുടെ മാറ് പിളർന്നു? ശുംഭൻ്റെ മാറ് പിളർന്ന് ശുംഭനെ വധിച്ചു. അങ്ങനെ ശുംഭനിശുംഭന്മാരെ വധിച്ചുകൊണ്ട് ശുംഭനിശുംഭനാശിനിയായി ആദിപരാശക്തിയായ ദേവിയായി ഭഗവതി മാറി, കാളികയായി ചണ്ഡിയായി ചാമുണ്ടിയായി അങ്ങനെ ഈ പ്രപഞ്ചത്തെ കാക്കുന്ന പരാശക്തി ഭാവത്തിലേക്ക് ദേവി വന്നു. എപ്രകാരമാണോ അജ്ഞാനത്തെ പരിപൂർണമായും ഹനിക്കേണ്ടത് എന്ന ഭാവങ്ങളെ കാട്ടിക്കൊണ്ട് ആ ദേവിയുടെ ദിവ്യരൂപത്തെ ദേവന്മാർ വാഴ്ത്തി സ്തുതിച്ചു. അപ്രകാരം സർവരക്ഷകനായികയായ ലോകൈക പാലിനിയായ ശരണാഗത പ്രിയയായ സർവ അസുരനാശിനിയായ അജ്ഞാനനാശിനിയായ ജഗദംബയായി അമ്മ പ്രത്യക്ഷമായി അഭയം പ്രാപിക്കുന്ന സർവർക്കും സർവഹിതത്തെയും കൊടുക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ആദിപരാശക്തിയായ ഭഗവതി എന്നറിഞ്ഞ അമ്മ മഹാമായയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ചുകൊണ്ട് അജ്ഞാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കാൻ സജ്ജനങ്ങളായ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു.